2026 ഇലക്ഷൻ ലീഗ് എല്ലാ പാർട്ടികളും ഇപ്പോൾ ലീഗിനും പ്രധാനമാണ്. കേരളത്തിൽ ഒരു ഭരണമാറ്റം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, UDF ലക്ഷ്യം വെക്കുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് ആ ഒരു രീതിയിലാണ് പുറത്തു വന്നിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങളോട് രാഷ്ട്രീയമായ പ്രബുദ്ധത കാഴ്ചവെച്ചു എന്നുള്ളതാണ് ത്രിതല പഞ്ചായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളും സ്ഥാനാർത്ഥികളുടെ മാറ്റിരക്കലൊക്കെയാണ് ഉണ്ടാകുക. പക്ഷെ ഇത്തവണ അതല്ല ഉണ്ടായത്. ഇപ്പോൾ ഇത്തവണ ജനങ്ങൾ രാഷ്ട്രീയമായിട്ട് ഇതിനെ വിലയിരുത്തി അതിന് വിധി എഴുതുകയാണ് ഉണ്ടായത്. കേരളത്തിലൊരു മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ്. കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും അത് നിലവിലുള്ള ഭരണത്തെ വിലയിരുത്തും ജനങ്ങൾ. ആ ഭരണത്തെ വിലയിരുത്തി ആ ഭരണത്തോടുള്ള അവരുടെ വിമുഖത അവർ പ്രകടിപ്പിച്ചു. ഭരണവിരുദ്ധ വികാരം തന്നെ അതിൽ വളരെ നല്ല നിലയ്ക്ക് പ്രതിഫലിക്കുകയുണ്ടായി. അതിന്റെ അർത്ഥം ഒരു ഭരണമാറ്റം ഇവിടെ വേണമെന്നുള്ളതാണ്. UDF അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കോൺഗ്രസിലൊക്കെ വലിയ സീറ്റ് ചർച്ചകളും വിഭജന ചർച്ചകളും സ്ഥാനാർത്ഥികളൊക്കെ തുടങ്ങി. ലീഗും അത്തരത്തിലുള്ള സീറ്റ് ചർച്ചകളിലൊക്കെ കടന്നു. ആദ്യമായിട്ട് UDF-ഉമായിട്ടുള്ള ചർച്ചകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആ UDF-ഉമായി ചർച്ച ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ചക്കകം അത് പൂർത്തീകരിക്കും. പിന്നെ ലീഗ് പിന്നെ ഞങ്ങൾ പാർലമെന്ററി ബോർഡ് കൂടിയിട്ട് സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടത്തും. സമയമുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാനുള്ള ഒരു അർഹത ഉണ്ട് എന്ന് അങ്ങനെ പറയാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഗൗരവമായി തന്നെ ആലോചിക്കുന്നു. അതൊക്കെ മുന്നണിയിൽ ഞങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലും മുന്നണി ചർച്ചകളിലും ഒക്കെ അത് വെക്കും. പരസ്പരം കൂടി ആലോചിച്ചുകൊണ്ടായിരിക്കും ചെയ്യാം. ഏതായാലും ഞങ്ങളുടെ അതായത് അന്തിമ ലക്ഷ്യം എന്നുള്ളത് തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നുള്ളതാണ്. അതാണല്ലോ പ്രധാനമായിട്ടുള്ളത്. അത് ആ രീതിയിലായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോകുക. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് എന്തായാലും അജണ്ടയിലുണ്ട്. രാഷ്ട്രീയ പാർട്ടി എന്നുള്ളവർക്ക് അത് തന്നെ ആയിരിക്കുമല്ലോ. ഏത് പാർട്ടിയും കൂടുതൽ സീറ്റിൽ മത്സരിക്കണം, ജയിച്ച സീറ്റ് ഉണ്ടാവും, പിന്നെ വേറെയും സീറ്റുകൾ മത്സരിക്കണം എന്നൊക്കെ ആയിരിക്കും. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഞങ്ങൾ ചർച്ചകളിൽ അത് ഉന്നയിക്കുന്നതാണ്. സാദിഖലി തങ്ങൾ പ്രസിഡന്റായതിനു ശേഷം പുതുമുഖങ്ങൾക്കും അതുപോലെ തന്നെ വനിതകൾക്കും ഒക്കെ വലിയ പ്രാധാന്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടുത്തത് വലിയ വിജയം നേടുകയും ചെയ്തതാണ്. സമാന രീതിയിൽ ഉള്ളത് തന്നെയായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് പരീക്ഷിക്കാൻ പോകുന്നത്. അതെ, പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. പുതുമുഖങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ നിലവിലുള്ള പരിചയസമ്പന്നരായിട്ടുള്ളവരും ഉണ്ടാവും. അത് രണ്ടിനെയും മിങ്കിൾ ചെയ്തുകൊണ്ടായിരിക്കും ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് ഉണ്ടാവുക. മുഴുവൻ പുതുമുഖങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. പരിചയസമ്പത്തുള്ളവരും വേണം. കേരളത്തിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരുപാട് നേതാക്കൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവർക്കൊക്കെ മത്സരിക്കാൻ അർഹതയുണ്ട്. വനിതകൾക്ക് വലിയ പ്രാധാന്യം എങ്ങനെയായിരിക്കും? വനിതകളും നേരത്തെ മുസ്ലിം ലീഗിൽ മത്സരിച്ചിട്ടുണ്ട്. ഇനിയും അവർക്ക് മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടല്ലോ. അതൊക്കെ ലീഗ് പരിഗണിക്കുന്നതാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ളതൊക്കെ അന്തരീക്ഷത്തിൽ ലീഗ് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു മുൻവിധിയോ ആ രീതിയിലൊന്നുമല്ല. അതൊക്കെ സാഹചര്യത്തിന് അനുസൃതമായിട്ട് നടക്കുന്ന സംഗതികളാണ്. അതല്ലാതെ ലീഗ് ഒരിക്കലും അതൊന്നും ആവശ്യപ്പെടാറില്ല. ഇപ്പൊ നേരത്തെ CH മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അതൊരിക്കലും മുൻകൂട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. അവർക്ക് അതൊരു മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അതൊക്കെ സാഹചര്യങ്ങളുടെ ആ ഒരു രീതി അനുസരിച്ചാണ് വരിക. അങ്ങനെ വരുമ്പോൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ഏറ്റെടുക്കും. ഏറ്റെടുക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചർച്ചയില്ല എന്നില്ലെങ്കിൽ അത് വേണ്ട, അത്രേ ഉള്ളൂ. PV അൻവറിനെ UDF-ൽ എത്തിക്കുന്നതിന് വലിയ താല്പര്യം എപ്പോഴും കാണിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗാണ്. ഇപ്പോൾ PV അൻവർ അതിന്റെ അസോസിയേറ്റ് മെമ്പർ കൂടി ആവുകയും ചെയ്തിട്ടുണ്ട്. അൻവറിന് ഒരു ജയിക്കാവുന്ന സീറ്റ് നൽകണം എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ടതല്ല. അതും ലീഗിന്റെ ഉത്തരവാദിത്തമായി മാറിയിട്ടില്ല. അത് ലീഗ് മാത്രം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തമല്ല. അത് UDF-ൽ അദ്ദേഹം ഇപ്പോൾ UDF-ന്റെ അസോസിയേറ്റ് മെമ്പറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ UDF കൂട്ടായി തീരുമാനിക്കും ആ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്. UDF കൂട്ടായിട്ട് തീരുമാനിക്കും. ലീഗിന്റെ ഉൾപ്പെടെ സീറ്റ് നൽകേണ്ടി നൽകാനുള്ള സാഹചര്യം ഉണ്ടായാൽ അല്ല, ഞാൻ പറഞ്ഞില്ല, UDF കൂട്ടായിട്ടാണ് അത് തീരുമാനിക്കുക.